ടെലിവിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് സമകാലിക രാഷ്ട്രീയമാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ കാഹളം ഉയർന്നു കഴിഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണർന്നു കഴിഞ്ഞു. പല മുന്നണികളും ജാഥക്കുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു. പിന്നെ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും ഇങ്ങനെ വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുക. കൈ കിട്ടുന്ന എല്ലാം ആയുധമായി മാറിക്കൊണ്ടിരിക്കും. കേരളം ഇന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജാതിയും മതവും വല്ലാതെ വിളിച്ചു പറയുന്ന ഒരു വൃത്തികെട്ട കാഴ്ച, ഒരു മതേതര മനസ്സുള്ള മനുഷ്യർക്ക് അത്ര സുഖിക്കാത്ത ഒരു കാഴ്ച നാം കാണുകയുമില്ല. എങ്ങോട്ടാണ് കേരളം പോകുന്നത്? പിന്നെ ഇങ്ങനെ പല ട്രെൻഡുകൾ കേൾക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള പല ചർച്ചകളും നടക്കുന്നു. അപ്പൊ എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്ക്? രാഷ്ട്രീയം എങ്ങോട്ട്? ഇപ്പോൾ ഈ സമയത്ത് എങ്ങോട്ടാണ് രാഷ്ട്രീയത്തിന്റെ പോക്ക് എന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. 3 പ്രമുഖരായ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. BJP യിൽ നിന്ന് N ഹരിദാസ്, UDF ൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ശ്രീ ലത്തീഫ്, LDF ൽ നിന്ന് CPI-യിലെ അഡ്വക്കേറ്റ് P അജയകുമാർ. 3 പേർക്കും നേതൃത്വത്തിലേക്ക് സ്വാഗതം. ഞാൻ ലത്തീഫ് വോട്ടിൽ നിന്ന് പറയാം. കാരണം പ്രതിപക്ഷത്താണ്. നിങ്ങളാണ് ഇടതുപക്ഷം മൂന്നാമതും വരുമെന്ന ആത്മവിശ്വാസം നിൽക്കുന്നു. തകർത്ത് മുന്നേറുമെന്നും UDF. എന്താണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരാനുണ്ട്, പക്ഷെ ഒരുങ്ങിക്കഴിഞ്ഞു നാടും നാട്ടിലും നേതാക്കളും പാർട്ടികളും എല്ലാം. എങ്ങനെ ആണെന്ന് പറയാം. ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം കാലിക രാഷ്ട്രീയം. ഇന്ന് വരെ കേരളപ്പിറവിക്ക് ശേഷം നമ്മൾ കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിൻ്റെ പാതയിലേക്കാണ് നമ്മുടെ രാജ്യം, അതല്ലെങ്കിൽ രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ മുൻകാലങ്ങളിൽ അത് ഇടതു മുന്നണിയായാലും അതല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയായാലും 5 വർഷത്തെ ഭരണ നേട്ടം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ള പോരായ്മകളെ പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേടുന്നതെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാതിയും മതവും പറഞ്ഞുകൊണ്ട് സമുദായങ്ങളിൽ ധ്രുവീകരണമുണ്ടാക്കി ഏത് രൂപത്തിൽ ഇനി വരാനിരിക്കുന്ന 5 വർഷം കൂടി തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണശാലയാക്കിയിട്ട് കേരളത്തെ മാറ്റുവാൻ ശ്രീ പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പുതിയ അനുഭവം. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ എതിർപ്പുകളൊക്കെ രംഗത്തുണ്ട്. നമ്മൾക്ക് CPM-നെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ മത ചിന്താഗതികൾക്ക് അതീതമായി മനുഷ്യനെ ഒന്നായി കാണുന്ന ഒരു മഹത്തായ സംഹിതയാണ് എന്നാണ് അവർ പറയുന്നതും നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ AK ബാലൻ്റെ പ്രസ്താവനയായാലും വാസവൻ്റെ പ്രസ്താവനയായാലും വള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറിയുടെ അനുകൂല പ്രസ്താവനയായാലും മുഖ്യമന്ത്രിയുടെ നിലപാടായാലും അവസാനമായി AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച അദ്ദേഹത്തിൻ്റെ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിനെ തുടർന്ന് ഒരു മറുപടി എന്ന രൂപത്തിൽ ഇൻഡയറക്റ്റായി VD സതീശൻ നടത്തിയ പ്രസംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയ വലിയ ചർച്ചയെന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് നമുക്ക് BJP ആണെങ്കിൽ മനസ്സിലാക്കാം. കാരണം അവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗീയത ഉണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യുക എന്നുള്ളത് ഇന്ത്യ മുഴുവൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായി പാർലമെൻറ്റ് മെമ്പർമാർ എണ്ണം നോക്കിയാൽ BJPക്ക് അംഗബലം വളരെ കുറവ്. പക്ഷേ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു മതം പറയുകയാണ്, ജാതി പറയുകയാണ്. മലപ്പുറത്തും കാസർഗോഡും ആളുകളുടെ പേര് നോക്കിയാൽ അറിയാം എങ്ങനെയാണ് വിജയിച്ചു വരുന്നത്. അടുത്ത തവണ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി പദത്തിലേക്ക് വരുന്നത്. അടുത്ത തവണ UDF വന്നാൽ 3ാം മാറാട് ആവർത്തിക്കും എന്ന രൂപത്തിലുള്ള പ്രചരണം ആരെ ഉദ്ദേശമാണ് ഇടതുപക്ഷവും അതല്ലെങ്കിൽ CPM നേതാക്കളും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ നടത്തുന്നത്? നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മുസ്ലിം റിഫ്റ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യാമോ എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ഉത്ബുദ്ധരായ ജനങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയബോധമുള്ള ജനങ്ങൾ ഇത്തരം പ്രചരണങ്ങൾ അകപ്പെടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു മതേതര മനസ്സും മതേതര സ്വഭാവവുമാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാറിയിട്ടുണ്ടോ? ഒരിക്കലും. എന്താണ് എങ്ങനെയാണ് ലത്തീഫ് വക്കീൽ അത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തിയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയാലും അത് UDF അല്ലേ? എന്താണ് ഇപ്പൊ ശബരിമല വിഷയം. ശബരിമല എന്ന് പറയുന്നത്
ഹൈക്കോടതി നിശ്ചയിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്ന അന്വേഷണം അത് വളരെ നീതിപൂർവമായ സത്യസന്ധമായ ഒരു അന്വേഷണം. അതിനകത്ത് ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ ഇടപെട്ടിട്ടില്ല. അത് ഇടപെട്ടില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. രണ്ടും എന്താണ്, ഇടപെടാന്നില്ലതുകൊണ്ട്. കാരണം SIT എന്ന് പറഞ്ഞാൽ കേരള പോലീസാണ്, പക്ഷേ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ ആ അന്വേഷണ ഏജൻസിക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. ആ അന്വേഷണ ഏജൻസി അതിനകത്ത് ഞങ്ങളിപ്പോഴും പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് അവർ അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആളുകളെ അറസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്ന് സംരക്ഷിക്കേണ്ട ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെ സുതാര്യവും സത്യസന്ധവുമായി ആ ശബരിമലയിൽ ഉണ്ടായ ക്രമക്കേട് കണ്ടെത്തുന്ന സാഹചര്യത്തിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി മുതലെടുത്തത്? നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഡൽഹി പോയിട്ട് പാട്ട് പാടിയില്ലേ, പോറ്റിയൊക്കെ എത്തിയത്. അപ്പോൾ രാഷ്ട്രീയമായി അമ്പലമായാലും പള്ളിയായാലും 10 വോട്ടിന് വേണ്ടി എന്ത് ഹീനമായ മാർഗവും സ്വീകരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണമായി സ്വീകരിച്ച ആളുകളാണ് UDF എന്ന് പറയുന്നത്, ലത്തീഫ് വക്കീലിൻ്റെ പ്രസ്ഥാനം, കോൺഗ്രസും ലീഗ് ഉൾപ്പെടെ. കാരണം അതാണ് പ്രധാനപ്പെട്ട, അതായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടത്തേണ്ടത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കിക്കേണ്ടത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് നൽകിയ സഹായങ്ങൾ, ഇതെല്ലാമാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിക്കൊണ്ടത്. എന്നാൽ അതിനെ മുഴുവൻ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പെർഫോമൻസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഒന്നും അല്ലാതെ ശബരിമലയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഈ വർഗീയ ധ്രുവീകരണത്തിന് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച UDF ആണ്. ഇപ്പം നേരത്തെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വാധീനം ഉൾപ്പെടെയുള്ള വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല, നമുക്കറിയാലോ യാഥാർത്ഥ്യമാണ്. വർഗീയതയെ വോട്ടിന് വേണ്ടി മുതലെടുക്കുന്ന ഒരു സമീപനം ഈ കേരളത്തിൻ്റെ സമീപകാലത്തെ രാഷ്ട്രീയം എടുത്ത് പരിശോധിക്കും ഒരു ഘട്ടത്തിലും ഇടതുപക്ഷ മുന്നണി അത്തരത്തിലുള്ളൊരു ശ്രമം നടത്തിയിട്ടില്ല. തീർച്ചയായും പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് UDF ആണ് ഇത്തരത്തിലുള്ള ഈ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ചില കാര്യങ്ങൾ പറയുമ്പോൾ വല്ലാതെ വേദനിച്ചൊരു കാര്യമില്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായ കേരള രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വളരെ എന്താ പറയുക തുറന്ന പുസ്തകം പോലെ ഇടതുപക്ഷം തുറന്നു കാണിക്കുകയാണ്, ഞങ്ങൾ ഒരു തരത്തിലുള്ള വർഗീയതയോടും സന്ധിയില്ല. ഈ കാസർഗോഡും മലപ്പുറം പ്രധാന എപ്പോ ചർച്ച വരുമ്പോഴും അത് VS ഉൾപ്പെടെ ഇങ്ങോട്ട് വരുമ്പോഴേ മലപ്പുറം ജില്ലയെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യുന്നു? മലപ്പുറം ജില്ല എന്തുകൊണ്ട് ചർച്ച ചെയ്യും? ഈ മലപ്പുറം ജില്ലയിൽ ആരെ LDF എപ്പം ടാർഗറ്റ് ചെയ്യുന്നു പറയുന്നത്? മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്യുന്നൊരു AK ബാലന്റെ ആ പ്രസ്താവനയോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. ആ പ്രസ്താവനയെ പൂർണ്ണമായി അംഗീകരിക്കാനും കഴിയില്ല. കാരണം അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിന്റെ ഇതിപ്പോ AK ബാലൻ എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, AK ബാലൻ ഇപ്പം സജീവമായ പാർട്ടിയുടെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളല്ല. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലൊന്നുമില്ല. അദ്ദേഹം ഈ പറഞ്ഞ പ്രായത്തിന്റെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മാറി നിന്ന അല്ലെങ്കിൽ ഒരു അതിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കാത്ത ഒരാളാണ്. ഈ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ഇപ്പം MV ഗോവിന്ദ മാഷ് പറഞ്ഞു, അല്ലെങ്കിൽ വിനോദ് വിശ്വം പറഞ്ഞു, അല്ലെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ, അങ്ങനെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാളാണ് ആധികാരികമായ അഭിപ്രായം പറയേണ്ടത്. അങ്ങനെ ഒരു ആധികാരിക അഭിപ്രായം LDF-നില്ല. ഈ ജില്ലയെ കുറിച്ചൊന്നും മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല ഉണ്ടാക്കിയതാരാ? അല്ല, ഞാൻ പറയുന്നത് ഈ മലപ്പുറം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഇന്ത്യക്കകത്ത് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഈ മുസ്ലിം മത ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ സംരക്ഷിക്കുന്ന പ്രതിജ്ഞാബദ്ധമായ നിലപാട്, അതിൻ്റെ രാഷ്ട്രീയം എടുത്ത് പരിശോധിക്കുമ്പോൾ എക്കാലവും ഈ ന്യൂനപക്ഷ വേട്ടകൾ മുഴുവൻ ഇടിയുണ്ടാകുമ്പോൾ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചാരാ? ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുന്ന അവരെ ചേർത്ത് പിടിക്കാനും അല്ലെങ്കിൽ അത് അരുത് എന്ന് പറയാനുള്ള ഏറ്റവും ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് ഈ കേരളത്തിൽ ഇന്ത്യയിലെ ലെഫ്റ്റാണ്. അടിസ്ഥാനം അല്ല, അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു ക്ലാഷോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളോടുള്ള ഒരു ഏറ്റുമുട്ടലിലും ഇടതുപക്ഷ മുന്നണിയില്ല. അവരെല്ലാ കാലത്തും സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഹരിദാസ്, ഈ എന്താണ് ഈ ന്യൂനപക്ഷങ്ങളിലേക്ക് നമ്മൾ ലോകം വളരുകയാണ്, മനുഷ്യനും വളരുകയാണ്, ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷങ്ങൾ എന്ന നിലയിൽ മനുഷ്യരെ ചേരി തിരിച്ച് നിർത്തുന്ന ഒരവസ്ഥ ഇന്നും തുടരും. എങ്ങനെയാണ് കാണുന്നത്? ഈ കേരളം എല്ലാവരും പറയുന്ന പോലെ മതേതര കേരളമാണ്. എല്ലാവർക്കും സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. മതേതര ഇന്ത്യയാണ്, മതേതര കേരളമാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ 4 വോട്ടിന് വേണ്ടിയിട്ട് എക്കാലത്തും ഈ വർഗീയ ശക്തികളെ പ്രീണിപ്പിച്ച ഇരു മുന്നണികളാണ് ഇവർ രണ്ടുപേരും. കാരണം മദനി കേരളത്തിലെ വിഷം ചീറ്റിയ രാഷ്ട്രീയ നേതാവായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് സത്യത്തിൽ മതധ്രുവീകരണം ഉണ്ടാക്കിയത് മദനിയുടെ പ്രസംഗങ്ങളാണ്. വിഷം ചീറ്റുന്ന പ്രഭാഷണങ്ങളായിരുന്നു. മഹാത്മാ മദനിയാക്കിയിട്ട് മാറ്റിയത് ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്.
ഇപ്പം പറയുന്ന UDFന്റെ കാര്യം പറയുന്നു. KM ഷാജിയുടെ കഴിഞ്ഞ പ്രസംഗം എന്തായിരുന്നു? ഞങ്ങൾ ഭരിക്കുന്നത് നാടിനെ നന്നാക്കാനല്ല, ഞങ്ങളുടെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാനാണ്. ഞങ്ങൾക്ക് പല അജണ്ടയും ഉണ്ട്. ഞങ്ങൾക്ക് കോളേജുകൾ വേണം, ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജുകൾ വേണം, B.Ed സീറ്റുകൾ വേണം, അതുപോലെ ഉന്നത സ്ഥാനങ്ങളിൽ ഞങ്ങൾ ആളുകളെ ഇരുത്തണം എന്ന് പറഞ്ഞത് ഏത് പാർട്ടിയുടെ ആളുകളാണ്? KM ഷാജിയാണ്, UDFന്റെ ഭാഗമാണ്, ലീഗിൻ്റെ നേതാവാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് 4 വോട്ടിന് വേണ്ടിയിട്ട് ഇന്നലെ പറഞ്ഞ എന്താ, മലപ്പുറത്തും കാസർഗോഡേയും കൂട്ടിയിട്ട് പറയുന്നു. പിന്നെ ബാലൻ പറഞ്ഞു എന്ന് പറയുന്ന ബാലന് സ്ഥാനമില്ല എന്ന് പറയുമ്പോൾ, ബാലൻ മുൻ മന്ത്രിയാണ്, CPMന്റെ സമുന്നത നേതാവാണ്, മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ആർക്കാ അറിയാത്ത കേരളത്തിലെ പിഞ്ചു കുഞ്ഞിനറിയാം. LKG പഠിക്കുന്ന കുട്ടികൾ ഇപ്പം ഒരു ഭയങ്കര അഡ്വൈസാണ്. കാരണം ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അറിവ് LKG പഠിക്കുന്ന കുട്ടിക്കുണ്ട്. ഇന്ന് മൊബൈൽ കൊടുത്താലും നമുക്ക് കാണാം. അവനോട് ചോദിച്ചാൽ ബാലൻ ആരാന്ന് ചോദിച്ചാൽ ബാർബർ ബാലൻ അല്ലല്ലോ, സ്വാഭാവിക ആ പാട്ടിലെ ബാലനല്ല. ബാലൻ മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞില്ല? മുഖ്യമന്ത്രി കമാന്ന് പറഞ്ഞോ? ബാലൻ പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞോ? ഇല്ല. റജി പറഞ്ഞപ്പോ മുഖ്യമന്ത്രി പറഞ്ഞോ തെറ്റാന്ന് പറഞ്ഞോ? അല്ല, പാർട്ടി സെക്രട്ടറി പറയുന്ന എപ്പോഴാണ് പറയുന്നത്? ഇപ്പോഴാണ് പറയുന്നത്. നേരത്തെ മുഖ്യമന്ത്രി മുൻകാലങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടി സെക്രട്ടറി ആയിരുന്നു കേരളത്തിലെ. മുഖ്യമന്ത്രി നേരത്തെ നിയന്ത്രിച്ചത് പാർട്ടി സെക്രട്ടറിയാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറിയാണ് ഇവിടുത്തെ ഭരണം നിയന്ത്രിച്ചത്. ഇന്ന് ഭരണം നിയന്ത്രിക്കാൻ ഈ ഗോവിന്ദ മാഷ് കഴിയുന്നുണ്ടോ? പറ്റുമോ? എല്ലാവർക്കും അറിയില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും മത ധ്രുവീകരണം ഏറ്റവും കൂടെ നടക്കുന്നത്, മതപരമായ ചിന്തയും ആഴത്തിലുള്ള മതസ്പർദ്ധയും ഇവിടെ നടക്കുന്നുണ്ട്. സ്വാഭാവികം അതിന് കൂട്ടുനിൽക്കുന്ന ഇരു മുന്നണികളാണ്. ഞാൻ മനസ്സിലായി ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി പറയുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിന്റെ കൂടെ ഭരിക്കാത്ത ഇവർ രണ്ടുപേരുണ്ടോ? ഏതെങ്കിലും പഞ്ചായത്ത്? 2 പേരുടെ കൂടെ ജമാഅത്ത് ഇസ്ലാം. SDP 2 പേരുടെ കൂടെയുണ്ട്, അല്ലെ? PDP 2 പേരുടെ കൂടെയുണ്ട്. UDFും തരാതരം പോലെ ഉപയോഗിച്ചിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിന. LDF ഉപയോഗിച്ചിട്ടുണ്ട്, PDP ഉപയോഗിച്ചിട്ട് തരാതരം പോലെ SDP ഉപയോഗിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയും ഈ പറയുന്ന സംഘടനകളെ നിയമവിധേയമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് നിരോധിത സംഘടനകളൊന്നും. നിരോധിത സംഘടനകൾ ഈ ഗവൺമെന്റിന്റെ ആശയമോശമാണ് ഈ ഗവൺമെന്റ് തന്നെ അവരെ മുദ്രാവാക്യം മാറി അവര് പറഞ്ഞിട്ടല്ലോ. അവര് ഈ പറയുന്ന സംഘടനകൾ അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധവും ഞങ്ങൾക്കില്ല. ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം എന്താണ്? നിങ്ങൾ പറയും, എന്താണ് ആശയം? എന്താണ് അവർ ചുമരിന്റെ മുകളിൽ എഴുതി പിടിപ്പിച്ചത്? എന്താണ്? ആരിലൂടെയാണ് മോചനം? ഇസ്ലാമിലൂടെ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് എഴുതി വെച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളല്ലേ. രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുകയില്ല, അവർ തരാതരം പോലെ ഉപയോഗിച്ചത്. അവിടെയാണ് കേരളത്തിൽ ചുമരുകളിൽ അത് എഴുതിയിട്ടില്ലേ? അവിടെ അന്നേരം വർഗീയം കാണുന്നില്ല. എന്താ ലീഗ് വർഗീയം കാണാത്തത്? എന്താ കോൺഗ്രസ് വർഗീയം കാണാത്തത്? ഇവർ തരാതരം വോട്ടിന് വേണ്ടിയിട്ട് രാത്രികാലങ്ങളിൽ തലയിൽ മുണ്ടിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ പോയി ആരാണ് പറയുന്നത്? അതിന്റെ സംസ്ഥാന നേതാക്കന്മാരാ പറയുന്നത്. UDF കാരൻ വന്നിട്ടുണ്ട്, കോൺഗ്രസ്സുകാരൻ വന്നിട്ടുണ്ട്, ലീഗുകാരൻ വന്നിട്ടുണ്ട്, ഞങ്ങളെ തരാതരം പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് തള്ളിപ്പറയുന്ന ഞങ്ങളുടെ കൂടെ കിടന്നുറങ്ങിയ ആളുകളാ എന്ന് പറയുന്നത് ആരാണ്? ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാരാ പറയുന്നത്. അവരുടെ മുദ്രാവാക്യത്തിൽ മാറ്റം വന്നിട്ടില്ല, അവരുടെ ആശയത്തിൽ മാറ്റം വന്നിട്ടില്ല. പിന്നെ ചെറിയ പ്രശ്നമാണ് ശബരിമല കൊള്ള എന്നാണ് പറഞ്ഞത്. ശബരിമല കൊള്ളയാണ് നടന്നിട്ടുള്ളത്. കൊള്ളയുടെ ഭാഗമായിട്ട് ആരാണ്? മുഖ്യമന്ത്രി നിയമിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാരാണ് അവിടുത്തെ ഭരിക്കുന്നത്. ശബരിമല ഭരിച്ചതാരാണ്? സ്വർണ്ണ കൊള്ള നടത്തിയതാരാണ്? ഇവരിപ്പം പറയുന്നത് അന്വേഷണം സുതാര്യം. എങ്ങനെ അന്വേഷണം വന്നത്? ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചില്ല അന്വേഷണത്തിന്. അപ്പൊ ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണ് അന്വേഷണം വന്നത്. ആ ഹൈക്കോടതി നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇവർ പരമാവധി ശ്രമിക്കുന്നത്. ഹൈക്കോടതി വളരെ വിജിലന്റ് ആണ്. കാരണം ഓരോ സൂക്ഷ്മമായ കാര്യത്തിന് ഇന്ന് പോലും ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് കടകംപള്ളി എന്താ പറഞ്ഞതറിയോ? എനിക്ക് പോറ്റിയ കണ്ട ബന്ധം മാത്രമേ ഒരു ഭക്തന എന്നതിൽ ഇന്ന് കടകംപള്ളി 100 നാഴികക്ക് 40 വട്ടം പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഇല്ലേ? UDFന്റെ കൺവീനർ പ്രകാശ് പോയിട്ടുണ്ട്, അടൂർ പ്രകാശ് പോയിട്ടുണ്ട്. ഇവരിതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഇത്രയും കാലം അന്വേഷണത്തിൽ ഇന്ന് ഇടവലക്കാർ പോറ്റിയുടെ വീട്ടിന്റെ സമീപത്തുള്ള ആളുകൾ പറയുന്നു അടൂർ പ്രകാശ് നിരന്തര സന്ദർശകനായിരുന്നു ഈ വീട്ടിൽ. എന്തിനാണ് പോറ്റിന്റെ വീട്ടിൽ പോയത്? പോറ്റിനെ പോലത്തെ ഭക്തന്മാർ, ലക്ഷക്കണക്കിന് ഭക്തന്മാർ ശബരിമല സന്നിധിയിൽ എത്തുന്നില്ലേ? അവിടെ അതൊന്നും ഭക്തനല്ലേ? അവരെ വീട്ടിൽ പോയിട്ടില്ല ഇവരാരും. എന്തുകൊണ്ട്? അപ്പൊ സ്വാഭാവികം കടന്നപ്പള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പൊ ഇത് മുഖ്യമന്ത്രി ഇതിന്റെ ഇടപെടലുണ്ട്. ഭരണപരമായിട്ട് കൊള്ളയാണ് ശബരിമല നടത്തിയിട്ട്. സത്യത്തില് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിലെ അത്രയും വലിയ ഒരു സംഘടനാ സംവിധാനമുള്ള അത്രയും വലിയ ജനപിന്തുണ ശക്തിയാണോ ശരിക്കും? അത് പറയുന്നതിന് മുമ്പ് അജയനും അതുപോലെ തന്നെ ഹരിദാസും പറഞ്ഞ 2 കാര്യങ്ങൾ ചെറിയ മറുപടി പറയാം. അജയൻ വക്കീൽ പറഞ്ഞത് ഈ വർഗീയ ധ്രുവീകരണം നടത്തുന്നതും അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തിയതും UDF ആണെന്ന് പറഞ്ഞു. ഞാൻ ആമുഖമായി പറയുന്നത്
ഈ കേരളത്തിൽ ഇന്ന് ഇവിടെ ഈ നിങ്ങളുടെ ചാനൽ ചർച്ചപ്പെടുന്ന വിഷയത്തിൻ്റെ മൂല കാരണക്കാർ LDF എന്ന് ഞാൻ പറയില്ല, CPI ഞാൻ സ്വന്തം ജാമ്യത്തിൽ ഇവിടെയാണ്. അവിടെ ഇതെല്ലാ പ്രശ്നങ്ങളും അല്ലല്ല ആണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് LDFനാണെങ്കിലും പിണറായി വിജയൻ്റെയും CPM പാർട്ടിയുടെയും ബുദ്ധിയിൽ നിന്നുദിച്ച ചില ആശയങ്ങളാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗം ആ പല വിഷയങ്ങളും CPI ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ബാലൻ്റെ പ്രസ്താവനയിലും വാസവൻ്റെ പ്രസ്താവനയിലും മുഖ്യമന്ത്രിയുടെ ഇന്ത്യൻ അസോസിയേഷൻ്റെ പത്രത്തിലെഴുതിയ ലേഖനത്തിൻ്റെ പ്രശ്നമായാലും എല്ലാം എടുത്ത് പരിശോധിച്ച് CPIയുടെ ഭാഗത്തു നിന്ന് ഒരു മിത ശൈലി കാണാമെങ്കിലും CPM ആണ് അതിനെ തലകുത്തി നിന്ന് ന്യായീകരിക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് CPMനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രണ്ടാമത്തത് പിന്നെ ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം ഉപയോഗപ്പെടുത്തിയെന്ന് പറയുന്നു. സത്യത്തിൽ കോടിക്കണക്കിന് വിശ്വാസികളുടെ ആളുകളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വലിയൊരു സംഭവം ആരാണ് പുറത്തു കൊണ്ടുവരുന്നത്? ഹൈക്കോടതി നിയോഗിച്ച ഹൈക്കോടതിയുടെ വളരെ ശക്തമായ സമ്മർദ്ദ ഇടപെടലിൻ്റെ ഫലമായി SITയുടെ അന്വേഷണം പോലും പല ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഡ്രാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഘട്ടത്തിൽ കോടതിയുടെ ശക്തമായ ചൂരൽ പ്രയോഗം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ അന്വേഷണം നടന്നതും ഇത്രയും ആളുകൾ ജയിലിലേക്ക് പോയത്. മിനുട്സിലടക്കം തിരുത്തി അനുമതി പാളി കൊണ്ടുപോയി അനുമതി കൊടുക്കുന്നു. വളരെ വ്യക്തമായി കോടതി തന്നെ CD വായിച്ചു നോക്കിയിട്ട് ഇവരെ ഒരിക്കലും ജാമ്യത്തിൽ വിടാൻ സാധിക്കില്ല എന്ന നിലപാടെടുത്തിൻ്റെ ഫലമായിട്ട് ഇവർ ജയിലിൽ കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഒരു മോറൽ പൊളിറ്റിക്സിൻ്റെ ആളാണെങ്കിൽ എന്ത് ചെയ്യണം CPM? അവർക്കെതിരെ നടപടിയെടുക്കണം, ഒരു ഷോ കോസ് നോട്ടീസെങ്കിലും. കാരണം നടപടിയെടുക്കാതിരിക്കാനുള്ള കാരണം കാണിക്കണമെന്ന് ഒരു നോട്ടീസെങ്കിലും കൊടുത്ത് ഒരു നടപടിയെടുക്കുവാൻ തുനിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ മാത്രം നമ്മൾ നടപടിയെടുത്താൽ മതി എന്ന പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഈ പ്രതികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായി. ഈ പാർട്ടി CPM നടപടി എടുക്കേണ്ടതല്ലേ ശരിക്കും? അല്ല, നടപടി എടുക്കുന്നത് ഞാൻ അറസ്റ്റ് ചെയ്ത ഉടനെ ആളെ വെക്കുന്ന കയറെടുക്കാൻ കഴിയില്ല. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഥമ ദൃഷ്ടിയ അല്ലെ, പ്രൈമ ഫേസിയ ഒരു കൺവിക്ഷൻ വരണ്ടേ? ഇപ്പൊ അവരെ കുറ്റക്കാരനാണെന്ന് ഏതെങ്കിലും ഒരു കോമ്പറ്റന്റ് ആയ ഒരു കോടതി തീരുമാനിക്കും. മറ്റുള്ളവരുടെ വിഷയം അതെന്താ? KM മാണി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിലെ ഡസ്കും ബെഞ്ചും അടിച്ചു പൊളിച്ചവർ അന്ന് മാണി കുറ്റക്കാരനായിരുന്നു. വിഷയം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വലിയ പങ്കുണ്ട്. മനസ്സിലാക്കേണ്ടത് ഒരു ഭരണസമിതിയുടെ ഭാഗമായിരുന്നവരാണ് ഇവരെല്ലാം. ഒരു ഭരണസമിതിയുടെ ഭാഗമായി ചെയ്യുമ്പോൾ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ആരാണ് നിർവഹിക്കുക? അതിനകത്ത് ഇപ്പോൾ ദേവസ്വം ബോർഡിലെ സെക്രട്ടറി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഉദ്യോഗസ്ഥന്മാർ അവരാണല്ലോ ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ബാക്കി ഇപ്പം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് 2 കൊല്ലം ഒരു ദേവസ്വം ബോർഡ് കാലാവധി ഉണ്ടാവുക. അപ്പൊ പൊളിറ്റിക്കലായി അപ്പോയിന്റ് ചെയ്തതാണ്. അവർ വരും, അവർ സൂപ്പർവിഷൻ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളാണ് ഒരു ദിവസം കൊണ്ട് സൂപ്പർവൈസർ. അങ്ങനെ കേരളത്തിൽ എല്ലാ പ്രശ്നവും ചീഫ് സെക്രട്ടറി അവരുടെ വരയിൽ കിട്ടണം. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ആളുകളെ മുഴുവൻ ശിക്ഷിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് തെളിയിക്കട്ടെ. ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്കാണ് ഇത് ധാർമ്മിക ബാധ്യത, പാർട്ടിക്ക് അതിന്റെ ധാർമ്മിക ബാധ്യത. രണ്ടാമത്തത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞത് ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുന്നത് അതിന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ ഭരണസമിതിയെ ന്യായീകരിക്കാനില്ല. അങ്ങനെ ഒഴിഞ്ഞു പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവര് ആരും ന്യായീകരിച്ചില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി ബന്ധപ്പെട്ട ചോദ്യം ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടന ഏതെങ്കിലും തരത്തിൽ UDFുമായി ബന്ധപ്പെടുകയോ ബന്ധപ്പെടുത്തിയുള്ള ഒരു ക്യാമ്പയിനോ ഒരു നേട്ടം ഉണ്ടാക്കില്ല. ഇവിടെ ഉള്ളത് ഞാൻ പറയട്ടെ, കാലാകാലങ്ങളായി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ അടുത്ത കാലത്ത് വരെ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി ഉണ്ടാവുന്നത് വരെ ജമാഅത്ത് ഇസ്ലാമി എന്നും കൂടി നിന്നത് കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം. ഇവിടെ MV ജയരാജൻ കണ്ണൂരിൽ മത്സരിച്ചു. അന്ന് അബ്ദുള്ള കുട്ടി UDFിന്റെ സ്ഥാനം. MV ജയരാജനോട് മൈക്ക് കെട്ടി പ്രസംഗിച്ച് പൊതുയോഗം നടത്തി ജാഥ നടത്തിയത് ഈ കണ്ണൂരിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ അടുക്കളാണ്. തലശ്ശേരി LK നായനാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നതിന് ശേഷം ആസഫ് അലിക്കെതിരെ മത്സരിച്ചപ്പം തലശ്ശേരിയിൽ വളരെ പരസ്യമായി പ്രചരണത്തിലിറങ്ങിയത് ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. ഞാൻ കേരളത്തിലെ മുഴുവൻ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പം ചേർന്നു എന്ന് മാത്രമല്ല, ദേശാഭിമാനിയുടെ മുഖപ്രസംഗവും അതുപോലെ മറ്റ് ലേഖനങ്ങളിലും പിണറായിയുടെ അഭിമുഖത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയെ നന്നായി പറഞ്ഞു നമുക്ക് കാണാം. ഇപ്പൊ വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി വന്നതിന് ശേഷം ആരും ആവശ്യപ്പെടാതെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ചില നേരത്തെ
മൂല്യം നോക്കുകയാണെങ്കിൽ UDF-ന് നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതി വെച്ചുകൊണ്ട് പക്ഷെ ഒരു തരത്തിലും ഞാൻ പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്താ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പോരാടിയിട്ട് കമ്മ്യൂണിസത്തിലേക്ക് പോയ യാത്രയിൽ ജനാധിപത്യത്തിന് യാതൊരു സ്ഥാനമില്ല. അത് AKGയുടെ ജീവചരിത്രത്തിന്റെ അവസാനത്തെ ഭാഗത്ത് പറയും ജനാധിപത്യം എന്നത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ ജനാധിപത്യം തൊഴിലാളി വർഗത്തെ സംബന്ധിച്ച് ഇടത്താവളം മാത്രമാണ്. അപ്പൊ തൊഴിലാളി വർഗത്തിന് ഭൂഷണമല്ലാത്ത ജനാധിപത്യം കമ്മ്യൂണിസത്തിന് സ്വീകാര്യമല്ലാന്ന് മാർക്സ് പറഞ്ഞെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ട് ഇപ്പം ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് വന്നിരിക്കുക. ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി ദൈവനിർമ്മിത രാജ്യത്ത് മനുഷ്യ നിർമ്മിത നിയമങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് മാറുന്നെങ്കിൽ വെൽഫെയർ പാർട്ടി എന്ന പാർട്ടി ഉണ്ടാക്കിയിട്ട് അവരെ ഭരണഘടന ഇപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യം ശക്തിപ്പെടുത്തുക, സെക്കുലർ ശക്തിപ്പെടുത്തുക, അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ അവരുടെ നേരത്തെ സിദ്ധ അവർ വലിച്ചെറിഞ്ഞു. ഇന്ത്യൻ നിയമത്തിലേക്ക് മാർക്സിസം എങ്ങനെയാണ് ഇന്ത്യയിൽ മാറിയത്? ആ ഞാൻ പറഞ്ഞ തെറ്റുതിരുത്തി ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ മാറിക്കൊണ്ട് അമുസ്ലിങ്ങളായ ആളുകൾ ഉൾപ്പെടെ അതിന്റെ ഭാരവാഹികളായിക്കൊണ്ട് ഒരു സെക്കുലർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ തെറ്റുതിരുത്തുന്ന ഒരു പ്രവണതയെ നമ്മൾ അവരെ പൊളിറ്റിക്കൽ അജണ്ട നമ്മൾ അംഗീകരിക്കണ്ട. പക്ഷെ ഒരു സംഘം തെറ്റുതിരുത്തുമ്പോ നമ്മൾ അതിനെതിരെ എന്തിനു മുഖം തിരിഞ്ഞു നിൽക്കണം? അവർ നേരത്തെയുള്ള ഇസ്ലാമിക വെൽഫെയർ പാർട്ടിയുടെ ഭരണഘടന വായിച്ചു നോക്കിയാൽ മറ്റ് ഇന്ത്യയിലെ സെക്കുലർ പാർട്ടി രൂപത്തിൽ പ്രവർത്തിക്കുന്ന സംഘമായി മാറുമ്പോൾ എന്നിട്ട് പോലും ഒരു തര ചർച്ചയുമില്ല, ഒരു ബന്ധവുമില്ല. പക്ഷെ അവർക്ക് കണ്ടുകൂടാത്തവർക്ക് വോട്ട് ചെയ്യുമ്പോൾ അത് വേണ്ട എന്നാരും പറഞ്ഞു. പണ്ട് ജമാഅത്ത് ഇസ്ലാമി വോട്ട് ഇവർ വാങ്ങിച്ചതാണ്. ഇപ്പൊ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയല്ല ജനാധിപത്യത്തിലേക്കുള്ള വരവ് സൂചിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ലത്തീഫ് വക്കീൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം വെൽഫെയർ പാർട്ടിക്ക് ഒരു ക്ലീൻ ചിറ്റ് പറഞ്ഞിരിക്കുന്നത് വെൽഫെയർ പാർട്ടി ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ആ ഒരു ചട്ടക്കൂടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞത് അവർ ദൈവനിർമ്മിത രാജ്യത്ത് മനുഷ്യനിർമ്മിത നിയമങ്ങളാലുള്ള സംവിധാനത്തെ ഉൾക്കൊള്ളുവാൻ പാടില്ല എന്ന് പറഞ്ഞ സംഘം ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യേണ്ടതാണെന്ന് മാത്രം പറഞ്ഞു. അവർ ക്ലീൻ ചിട്ടായിട്ട് വ്യാഖ്യാനിക്കുന്നത്. ഒരാളെ സ്വാഗതം ചെയ്യണമെങ്കിൽ അയാൾ ക്ലിയർ ആയിരിക്കണമല്ലോ. അത് മാറ്റം എവിടെയും ആർക്കും സ്വാഗതം ചെയ്യാൻ മാറ്റം ഒരു മാറ്റവും ഇല്ലാതെയാണ് പിണറായി സ്വാഗതം ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് ദർശനത്തെ കുറിച്ച് മനസ്സിലാക്കിയതിൽ തെറ്റിദ്ധാരണയുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തിനോട് നടന്നതാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ജീവവായുവെ പോലെ കൊണ്ടുനടക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് ലോകത്തെ എല്ലാ ജനാധിപത്യത്തിന് വേണ്ടി നമ്മൾ വാദിക്കുന്നത്. ഏറ്റവും കൂടുതൽ വെനിസ്വേലയിൽ ട്രംപ് കാണിച്ച ശുദ്ധ ദമ്മാടിത്തല്ലേ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ എടുത്താൽ കൊണ്ടുപോകാൻ വിമാനത്തിന്. എന്താണ് നിലപാട്? ജനാധിപത്യ വിരുദ്ധല്ലേ? അപ്പൊ ജനാധിപത്യ വിരുദ്ധമായ ഏത് പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലുണ്ടായാലും പ്രതികരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്റ് ജനാധിപത്യം ബംഗ്ലാദേശിലെ പ്രതികരണം കണ്ടില്ലല്ലോ. ഇന്ത്യയിലെ ഇത്രയും ആളുകൾ ഈ അജയം പറയുന്ന കമ്മ്യൂണിസം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലില്ല. അതാണ് അജയൻ പറയുന്ന കമ്മ്യൂണിസം. ഒരു സിമ്പിൾ ചോദ്യം. വെനിസ്വേലയിലെ പ്രസിഡന്റിന് ട്രംപ് എടുത്തുകൊണ്ട് മറ്റു രണ്ട് രാജ്യങ്ങൾ നമുക്ക് ബന്ധമില്ലാത്ത രാജ്യങ്ങൾ അതെടുത്തുകൊണ്ട് ഇപ്പൊ ഇത്ര ദോഷം കൊള്ളുന്ന പ്രതികരിക്കുക. നിങ്ങൾ പഹൽഗാമിന് വെടിയേറ്റ് മരിച്ച പാവങ്ങളായ ആളുകളുണ്ട്. ഈ ബംഗ്ലാദേശിൽ ഇപ്പൊ കുഴപ്പമുണ്ടാക്കുന്ന കുറെ ആളുകൾ. അതിനെന്താ പ്രതികരിക്കാത്ത? ഒരു പ്രതികരണം ഒരു ദേശാഭിമാനികളുണ്ടോ? നിങ്ങൾ പറ. ഏത് നിങ്ങളുടെ പത്രത്തിലുണ്ടോ? ജനീയത്തിലുണ്ടോ? ഒരു പത്രത്തിലുണ്ടായിട്ടില്ല. ഞാൻ പാസ് ചെയ്തോ? നിങ്ങൾ ഒരു പത്രത്തില് 4 അക്ഷരം എഴുതിയിട്ടില്ല. എന്താണ് ദോഷം കൊള്ളുന്നത്? ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇവര് വക്കീല് പറഞ്ഞത് കേട്ടു, അജയൻ പറയുന്നത് അറിയാം. ഈ ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് അത് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രസ്ഥാനം ആയിരുന്നില്ല. വെൽഫെയർ പാർട്ടി വന്നിട്ടും കേരളം വെൽഫെയർ പാർട്ടി ഇത്ര വ്യക്തമായിട്ട് ചർച്ച ചെയ്ത ഒരു കാലം നമ്മൾ കേട്ടിട്ടില്ല. വെൽഫെയർ പാർട്ടിയെ ചർച്ച ചെയ്തില്ല. ആ പാർട്ടിയുടെ പേര് ആരും പറയുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറയാം.
SDP എന്ന് പറയുന്ന സംഘടന NDFന്റെ ഭാഗമായിരുന്നു അല്ലെ. മുൻപ് NDF സിമിന്റെ ആളുകൾ NDF ആയി, NDF SDP ആയി. അവർക്കൊരു പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ട് അല്ലെ. അതെന്തിനാണ് ഒറ്റ മിനിറ്റ്, അവർക്ക് എന്തിനാണ്? അവർക്ക് അത് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഞങ്ങൾക്കൊരു മതേതര മുഖം വേണം, ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ഉള്ളറയിൽ തീവ്രവാദ മനോഭാവ സ്വഭാവമാണുള്ളത്. സ്വാഭാവികമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ നയങ്ങളിൽ മാറ്റമില്ല. മൗലൂദിനെ തള്ളി പറഞ്ഞിട്ടില്ല. മൗലൂദി മാറ്റിയ ആശയം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, ആധുനിക സമൂഹത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. തരാതരം പോലെ ഇവർ രണ്ടുപേരും കൂടെ പറയട്ടെ. ഇവർ രണ്ട് കണ്ണൂരിലെ നേതാക്കന്മാരല്ലേ. കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിന്റെയോ മത തീവ്രവാദ സംഘടനയുടെ SDP അടക്കമുള്ള PDP അടക്കമുള്ള ആളുകളെ വോട്ട് വേണ്ട ഇവർ പറയാൻ സാധിക്കുന്നവർക്ക് രണ്ടുപേർക്കും കഴിയില്ല. ഞാൻ പറയട്ടെ, ജനാധിപത്യ രീതിയിൽ പ്രവർത്തിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പറയണം ജനാധിപത്യ രീതി. ഭാരതം ഭരിക്കുന്ന BJP ആണ്. ഈ രാജ്യത്ത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പ്രസ്ഥാനങ്ങൾ ജനാധിപത്യമായ രീതിയിലല്ല എങ്കിൽ ഇതിന്റെ കൂടെ പ്രവർത്തിക്കാൻ. അല്ല, ഞങ്ങൾ പറയുന്നത് എന്താണ്? അവരുടെ പ്രവർത്തനത്തെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്, അവരുടെ ആശയത്തെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്, അവരുടെ പ്രചരണത്തെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഈ പ്രചരണവും ആശയവും ഈ സിദ്ധാന്തവും മാറ്റിവെച്ച് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ ആർക്കാണ് എതിര്? പക്ഷേ ഇല്ല, വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല. വോട്ടിന് വേണ്ടി വന്നു എന്ന് പറയുന്നവരാണ് ഇവർ. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന് എന്തെങ്കിലും തള്ളി പറയാൻ കഴിയാ? കാരണം മുസ്ലിം ലീഗ് എന്ന പേരെന്ന മതത്തിന്റെ പേര് തന്നെ പാർട്ടിക്കിട്ട പേരാണ് മുസ്ലിം ലീഗ് അല്ലെ. മതത്തിന് മുസ്ലിം മതവിഭാഗത്തെ പ്രതിനിധാനം ഞങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് എന്നിട്ട് മറ്റു പാർട്ടിക്കൊന്നും ഇല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ അജണ്ട എന്താണ്? ന്യൂനപക്ഷ ഉന്മൂലനമാണ്. BJPയുടെ അജണ്ട നമ്മുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാന SIR-മായി ബന്ധപ്പെട്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിവിഷനിൽ ലക്ഷക്കണക്കിന് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഞാൻ പറയട്ടെ, 10 വർഷം മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ ഇവർ പറഞ്ഞു തന്നറിയോ? പാവപ്പെട്ട മുസ്ലിംസിനോട്, സാധാരണക്കാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് നിസ്കരിക്കാൻ സാധിക്കൂല, നിങ്ങൾക്ക് ഇവിടെ കബറടക്കാൻ പറ്റൂല, വെള്ളിയാഴ്ച എടുത്താളി. വെള്ളിയാഴ്ച ഉണ്ടാവില്ല, ഒരാഴ്ചയിൽ വെള്ളിയാഴ്ച എടുത്താളി. ഇതൊക്കെ പറഞ്ഞ് 10 വർഷം ഇത് പല വീടുകളിലും ഈ പല വീടുകളിലും ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും ലീഗും SDP ഒക്കെ പ്രചരണം നടത്തിയതാ. എന്താ ഉണ്ടായി നമുക്കറിയാം. നമ്മളെല്ലാം ഇവിടെ ജീവിക്കുന്നില്ല, എത്തിപ്പാത്രന്നില്ല, ഞങ്ങൾ ആക്കുന്നില്ല. ആർക്കാണ് ബുദ്ധിമുട്ട് ഇവിടെ? ആർക്കാണ് ബുദ്ധിമുട്ടുണ്ട് ഇല്ല എന്ന് പറഞ്ഞ BJP ബുദ്ധിമുട്ടുണ്ട്. BJP ഭരണത്തിൽ ഞാൻ പറഞ്ഞത് ആരൊക്കെയാണ്? തീവ്ര മനോഭാവമുള്ള ഈ നാടിൽ വളർന്ന് ഈ നാടിന്റെ ഭാഗമായി ജീവിക്കേണ്ടവർ, ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് ഈ രാജ്യത്ത് ഒറ്റുകൊടുക്കുന്നവർ. അത് നക്സലൈറ്റ് ആണെങ്കിൽ നക്സലിനോട് നമുക്ക് എന്താ സമീപനം? എന്തേലും നക്സലൈറ്റ് പേര് നോക്കിയിട്ടാണ് വെടിവെച്ച് കൊള്ളുന്നത്? അവിടെ പേര് നോക്കിയിട്ടാണ് അവർ ഉന്നമനം നടത്തുന്നത്. എന്താ നിങ്ങൾക്കറിയാം, ദിവസേന പത്രത്തിൽ ഛത്തീസ്ഗഡില് ഇത്ര ആളുകൾ വെടിയേറ്റ് മരിച്ചു, ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു, ഇത്ര ആളുകൾ അറസ്റ്റ് ചെയ്തു. ആരെയാണ്? നക്സലൈറ്റ്, ഹിന്ദു വിഭാഗത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ചുവപ്പ് കൊടി അവരുടെ അടയാളം. അവരെല്ലാം അറസ്റ്റ്, ഞാൻ പറയട്ടെ, അവരെല്ലാം അറസ്റ്റ് ചെയ്യുന്നത് അവർക്കെല്ലാം നടപടി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ മുസൽമാനോ ഇവിടുത്തെ ക്രിസ്ത്യാനിക്കോ ഇവിടുത്തെ ഹിന്ദുവിനോ പാർസിക്കോ ജൈനനോ ആർക്കൊരു ബുദ്ധിമുട്ടില്ല. ഇവര് ഒരു മതത്തിന്റെ രാജ്യമല്ല നമ്മുടെ മതേതര ഇന്ത്യ. രാമരാജ്യം എന്ന് ഗാന്ധിജി പറഞ്ഞ രാമരാജ്യത്തിലേക്കുള്ള സ്വപ്നം എന്ന് പറഞ്ഞ രാമൻ എങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രമല്ല നമ്മുടെ എല്ലാവരും. ഈ 10 വർഷമായിട്ട് എന്ത് ഹിന്ദു രാഷ്ട്രം? കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നു. എല്ലാവർക്കും കിട്ടുന്നില്ലേ? അവിടെ ജാതി നോക്കിയിട്ടാണോ? ജാതി നോക്കിയിട്ടാണോ? റവന്യൂ ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? ഏറ്റവും വലിയ വർഗീയവാദി ആരാ കേരളത്തില്? ആരാ വർഗീയത കളിക്കുന്ന ആരാ? ഇടതുപക്ഷമാണ് ഏറ്റവും വലിയ ഇടതുപക്ഷം. നിങ്ങൾക്ക് വോട്ടിന് വേണ്ടി ഏത് മതത്തെ പ്രീണിപ്പിക്കാൻ നടക്കുന്ന ആളുകളാണ് നിങ്ങൾ? ഏത് മതത്തെ പ്രീണിപ്പിക്കാൻ നടക്കുന്ന ആളുകളാണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ പരസ്യമായി വർഗീയം പ്രസംഗിച്ച പ്രധാനമന്ത്രി നമ്മൾ കണ്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു. മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ എല്ലാ അച്ചടി മാധ്യമങ്ങളിലും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലും വളരെ വ്യക്തമായി വന്നതാണ്. ഇപ്പൊ ഹിന്ദു മുസ്ലിം പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ട് അധികാരം നിലനിർത്തുക എന്നുള്ള പ്രചരണമാണ് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാണിച്ചത്. മുസ്ലിം എന്നുള്ള പേര് തന്നെ പറഞ്ഞു. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയുടെ മന്ത്രിസഭയിൽ
ഒരു നിങ്ങൾ MP ഇല്ല, ഭാരത ഒരു MP ഇല്ല. ജനതയാണ്. ഭാരതീയ മന്ത്രിസഭയിൽ ജനതാ ഒരാളില്ല. പാർട്ടിയിൽ എത്തിയിട്ടുള്ളൂ. ഈ കൊച്ചു പാർട്ടി ജനങ്ങളെ ഈ കൊച്ചു പാർട്ടി മുഴുവൻ ജനങ്ങളെ പ്രതികരിക്കുന്ന ഈ കൊച്ചു പാർട്ടി ഞങ്ങൾ ഒരു മതത്തിന്റെ പേരില്ല. മലപ്പുറം ജില്ലയിൽ ഒരു കഴിഞ്ഞ മതത്തിന്റെ പേരില്ല. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റിലാണ് ഒരു മുസ്ലിം സഹോദരിയായ ഒരു അഭിഭാഷക ജനറൽ സീറ്റിലാണ് കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 22% 22% മുസ്ലിങ്ങളല്ലാത്ത പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിൽ നിന്നാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. ഒരു പേരെങ്കിലും ഹരിദാസ് കാണിക്കാൻ ബിജെപിയുടെ ഒരു പേരെങ്കിലും കാണിക്കാൻ പറ്റും. പാനൂരിലെ നിങ്ങളെ പാർട്ടിയിലുണ്ടായിരുന്ന പാനൂരിലെ ഫാറൂഖ് ഇപ്പം BJP-യിലല്ലേ? നിങ്ങൾ പറ, നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, എന്റെ നിലപാട് തന്നെയാണ്. ഫാറൂഖ് ഒരു പാർലമെന്റ് മെമ്പർ ഒരു പാർലമെന്റ് മെമ്പർ ഒരു വർഗീയത അത് ഞാൻ സമ്മതിക്കില്ല. BJP ഒരു വർഗീയത. ഏത് മതേതരക്കാരന്റെ ബിജെപിക്ക് എന്താ അർഹതയുള്ളത്? ജമാഅത്തിനെ ഇസ്ലാമി വിമർശിക്കാൻ എന്താ ബിജെപിക്ക് അർഹതയുള്ളത് കണക്കിന്? BJP ഒരു വർഗീയതയിലാണ് കളിക്കുന്നത്. BJP ഇന്ത്യയുടെ 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന്റെ ഭാഗമായി പരിശോധിക്കുമ്പോൾ എത്ര വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായി. ന്യൂനപക്ഷ വേട്ടയാടി UDF ഞാൻ പറഞ്ഞു UPA ഭരിക്കുന്ന കാലത്ത് വർഗീയ സംഘർഷം ഇന്നുണ്ടോ? മതപരിവർത്തനം ഇന്റലക്ച്വൽ അസാസിൻ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഞാൻ പറയാം, നിങ്ങൾ ഒന്നാണ് എനിക്കറിയാം. ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നമ്മൾ നേരിടുന്നത് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഫാക്ടറി ഇപ്പൊ ഏത് ദിവസം പത്രം എടുത്താലും ചാനൽ എടുത്താലും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ടാർഗറ്റ് ചെയ്തുള്ള സംസാരങ്ങളാണ് വരുന്നത്. അത്രമാത്രം വലുതാണോ ഈ സംഘടന? ജമാഅത്ത് ഇസ്ലാമി വലുതല്ല. ജമാഅത്ത് ഇസ്ലാമിയേക്ക് ആരാണ് പരസ്യമായി പിന്തുണ കൊടുത്തത്? ജമാഅത്ത് ഇസ്ലാമി ആർക്കാ പിന്തുണ കൊടുക്കുന്നത്? ഈ രാജ്യത്ത് ആണുണ്ടോ എന്നുള്ളതല്ല, നമ്മളിത് മനസ്സിലാക്കില്ല. ഇപ്പൊ പേര് കാണുമ്പോ ഇപ്പൊ SDPIന്റെ പേരെന്നാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഏത് സോഷ്യലിസം, എന്ത് ഡെമോക്രസി, എന്താണ് തനി വർഗീയതയല്ലേ? അപ്പൊ ഈ പേരില്ലോണ്ട് കാര്യമില്ല. ഇപ്പൊ മൗദൂദിസം എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഫണ്ടമെന്റലിസ്റ്റുകളുടെ പേരാണ് ആര്? ഈ ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിന്റെ രാഷ്ട്രീയ മുഖത്തിന്റെ പേരാണെന്ത്? അവരെയാണ് പിണറായി വിജയൻ പൊക്കി പറഞ്ഞത്. പിണറായി വിജയൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവരെയാ എന്തുകൊണ്ട് ഓരോ സാഹചര്യങ്ങളിൽ ഇങ്ങനെ ടാർഗറ്റ് മാറി മാറി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ടാർഗറ്റ് വന്നത് ഏതെങ്കിലും ഒരാൾ കിണറ്റിൽ വീണാൽ പോലും BJP, എവിടെയെങ്കിലും ഒരു സംഭവം നടന്നാൽ BJP, ഒരാൾ ആത്മഹത്യ അത് BJP, സോറി ജമാഅത്ത് ഇസ്ലാമി. എന്തുകൊണ്ടാ? ഭൂരിപക്ഷ സമുദായത്തിന്റെ ഇടയിൽ ഒരു ശത്രുവിനെ സൃഷ്ടിക്കുക. അതൊരു ഫാസിസത്തിന്റെ ഇലയാണ്. ഒരു ശത്രുവിനെ കാണിച്ചിട്ട് ഇതാ ശത്രു വരുന്നു വന്നാൽ നിങ്ങൾ ഇല്ലാതെ പോകും എന്നതിന്റെ ഒരു അടയാളപ്പെടുത്തലായി ജമാഅത്ത് ഇസ്ലാമിനെ മാറ്റിയെടുത്തത്. അതുകൊണ്ടാണല്ലോ വാസവൻ പറയുന്നു ഒരേ ട്യൂണ്, അതുപോലെ തന്നെ AK ബാലൻ പറയുന്നു ജമാഅത്തെ ഇസ്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ട് മറ്റു ഭൂരിപക്ഷ വിഭാഗത്തിന് വോട്ടാർജിക്കുന്നു. ജമാഅത്തിനെ ബ്രാൻഡ് ചെയ്യുന്നത് CPM ആണ്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി കേരളം ഭയങ്കരമായിട്ട് സാധനമായിട്ട് വളർന്നു വരും. ഇനി നമുക്ക് ചോദിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് വരെയാണ്. ആരൊക്കെയായിരിക്കും മത്സരരംഗത്തുണ്ടാകുക? വികസനം ചർച്ചയാവുന്നുണ്ടോ ഇതിനകത്ത്? ഈ വികസനം ജനങ്ങളുടെ പ്രശ്നം എന്താ? ശരിക്കും വികസനമല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ഈ മതവും രാഷ്ട്രീയവും ജമാഅത്തെ ഇസ്ലാമി ഒക്കെയാണ് ചർച്ച ചെയ്തത്. ശബരിമല ചർച്ച ഏർപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. ഇനി ചർച്ച ചെയ്യേണ്ട വികസനമല്ലേ? സത്യത്തിൽ വികസനം ചർച്ച ചെയ്യുന്നുണ്ടോ? എന്റെ ചോദ്യം അത് തന്നെയാണ്. ആദ്യം ഹരിയോട്, നമ്മൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വെള്ളാപ്പള്ളി ഒക്കെ ചർച്ച ചെയ്യുകയാണോ കേരളം ചെയ്യേണ്ടത്? നമ്മുടെ നാടിന്റെ വികസനത്തെ കുറിച്ച് സാധാരണക്കാരുടെ പ്രശ്നങ്ങളല്ലേ ശരിക്കും ചർച്ച ചെയ്യുന്നത്? കേരളത്തിൽ വികസനം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളെ പ്രധാന മുദ്രാവാക്യം വികസിത കേരളം, സുരക്ഷിത കേരളം, ആചാര സംരക്ഷണം, ഇതാണ് നമ്മൾ ഉയർത്തുന്നത്. ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ ഇതേ പറയുള്ളൂ. ഞങ്ങൾക്ക് ഒരു കാരണശീലത്തിലുള്ള വർഗീയതയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു പാർഷ്വാലിറ്റി ഇല്ല എന്ന് മാത്രമല്ല, ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്ന എന്തിനാന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വികസനത്തെ പറ്റി ചർച്ച ചെയ്യാതിരിക്കാനാണ്. കേരളത്തിൽ ഒരു വികസനമില്ല. ഞാൻ പറഞ്ഞ കേരളത്തിൽ ഉണ്ടാകുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. നിങ്ങൾ റോഡിന്റെ കാര്യത്തിൽ, റെയിലിന്റെ കാര്യത്തിൽ നോക്കൂ. കാരണം കണ്ണൂർ വിമാനത്താവളത്തിന്റെ അവിടെ നിൽക്കട്ടെ, അത് പോയിന്റ് ഓഫ് കോൾഡ് പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതെന്താ നിങ്ങൾക്ക് അറിയാലോ? അത് എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഒറ്റ മിനിറ്റ്, ഞാൻ അതിനായിട്ട് മുമ്പിട്ട് ഒന്ന് പറയട്ടെ.
ഞാൻ ചോദിക്കട്ടെ, കണ്ണൂരിലെ ഹൈവേനെ പറ്റി നിങ്ങൾ സംസാരിക്കാത്ത? 40 വർഷം UP ഗവൺമെന്റ് ഭരിക്കുമ്പോൾ 8 മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായില്ലേ? അവിടെ ഒറ്റ മിനിറ്റ്, 40 വർഷം കാട് പിടിച്ച് കടന്നിരുന്നല്ലോ. ഞാൻ ഹൈവേന്റെ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് മറ്റേ മുഴപ്പിലങ്ങാട് മാഹി ഇപ്പൊ ബൈപ്പാസ് മുതൽ അങ്ങോട്ട് നടക്കുന്ന ഹൈവേ, ആലപ്പുഴ ഹൈവേ, കൊല്ലം ഹൈവേ ഒക്കെ ഇപ്പൊ പണിയെടുപ്പിച്ചു. ഇപ്പം റെയിൽവേയുടെ കാര്യത്തിൽ വികസനം നടക്കുന്നുണ്ടല്ലോ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ കേരളത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല? ഫണ്ട്, കേരളത്തിന്റെ കോൺട്രിബ്യൂഷനായ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണല്ലോ, സ്വാഭാവികമായിട്ട് ഇല്ലാത്തത്. അപ്പൊ കേരളം കടമെടുത്തിട്ട് ശമ്പളം കൊടുക്കുന്നു, കടമെടുത്തിട്ട് പെൻഷൻ കൊടുക്കുന്നു, കടം മേടിച്ച് പെൻഷൻ കൊടുത്ത് വോട്ട് മേടിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുക. വികസനത്തിന് വേണ്ടി പണം ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. ആ പൈസ കടം മേടിച്ച് ഒരു ബിസിനസ് നടത്തി, സാധാരണ ഒരാൾ കടം മേടിക്കുന്നതിനാ, കടം മേടിച്ച് ബിസിനസ് നടത്തും, അതിന് ലാഭം കിട്ടിയാൽ ആ കടമടക്കും. അതാ സ്വാഭാവികം. ഇത് കടം മേടിച്ചിട്ട് പെൻഷൻ കൊടുക്കുന്നു, കടം മേടിച്ച് ശമ്പളം കൊടുക്കുന്നു, കടം മേടിച്ചിട്ട് അഴിമതി നടത്തുന്നു. ഈ ഒരു ഗവൺമെന്റ് ആണ് കേരളത്തെ ദൂർത്തടിക്കുന്ന ഒരു ഗവൺമെന്റ്, അഴിമതി നടത്തുന്ന ഒരു ഗവൺമെന്റ്. അതിനപ്പുറത്ത് ഒരു വികസനം 10 വർഷമായിട്ട് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരു വികസനം ഉണ്ടോ? ഏതാ? ഗ്രാമീണ സടക്ക്, ഇപ്പം പറയുന്ന ഗ്രാമങ്ങളുടെ റോഡ് നോക്കുന്ന ഗ്രാമീണ സടക്ക് യോജനയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാ ഇല്ലേ? അല്ലാതെ കേന്ദ്രത്തിന്റെ പദ്ധതികൾ പല പദ്ധതി എപ്പോഴും ഒന്നൊറ്റ പറയും. ഇപ്പം നിങ്ങൾ PMC പദ്ധതി എന്താണ്? നിങ്ങൾ മാഹി പാലം ഉണ്ടല്ലോ, മാഹി പാലത്ത് ഉസ്മാൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. ലത്തീഫിന് നല്ലോണം അറിയാം, അവിടെ ലീഗിന്റെ നേതാക്കന്മാരൊക്കെ ഉള്ള. ഞാൻ അവിടെ പോയതാണ്. ഈ PMC പദ്ധതിയിൽ എന്തൊക്കെ കിട്ടിയെന്ന് ചോദിച്ചാട്ടെ നിങ്ങൾ അവിടെ എന്താ? അവിടെ ഏത് വർഗീയത പഠിപ്പിച്ച്, ഏത് സിലബസ് മാറ്റിയിട്ടുള്ള? ഒന്നുമില്ല. 5 കോടി ഉറുപ്പിക മുകളിൽ അവിടെ കിട്ടി. നിങ്ങൾക്ക് 5 കോടി ഉറുപ്പിക മുകളിൽ ഒരു കേന്ദ്രം ഒരു സ്കൂളിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? അത് അതുകൊണ്ടാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അതെന്താ കുഴപ്പമെന്ന് ചോദിച്ചത്. പിന്നീട് ഇവർ CPM ഒച്ചപ്പാടാക്കി, CPM കണ്ണിലുട്ടി. ഞങ്ങളതാ ലീഗ് CPIന്റെ പുറകെ ലീഗും കോൺഗ്രസും പോയി. അപ്പം ഇവർ UDF പോകുമെന്ന ഭയപ്പാട് കൊണ്ട് മുഖ്യമന്ത്രി നയം മാറ്റി. അതിനപ്പുറത്തായിട്ട് PMC നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഇവിടെ വെച്ചിട്ട് ഇത് ഇനിയും ചർച്ചയിൽ വരാം. നിങ്ങൾ നോക്കിക്കോ, ഇവർ ആര് ഭരിച്ചാലും, ഇവർ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും PMC പദ്ധതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരും, കൊണ്ടുവരും. ഇവർ 100% കൊണ്ടുവരും. ഇല്ലാന്ന് ഇപ്പം വോട്ടിന് വേണ്ടി മാറ്റിവെച്ചതാ. ഇപ്പൊ കേവലം വോട്ടിന് വേണ്ടി മാറ്റി. ഒന്ന് പറഞ്ഞില്ല ഞാൻ, ഇവർ രണ്ടുപേരും ഇങ്ങനെ കീരി മൂർഖനെ പോലെ നടക്കുക. ഇപ്പൊ ഒരു കേരളത്തിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ്, 5 സംസ്ഥാനത്തുണ്ട്. അവിടെ ഒരുമിച്ച ഇവര് അല്ലേ? പശ്ചിമ ബംഗാൾ ഒരുമിച്ചല്ലേ, തമിഴ്നാട് ഒരുമിച്ചല്ലേ, പോണ്ടിച്ചേരി ഒരുമിച്ചല്ലേ? ഒരുമിച്ച് ഭരിക്കുന്നവരാണ് ഇവിടുന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ അടിക്കുന്നത്. വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് ഭരിക്കുമ്പോൾ അത് ഒരു സെക്യുലർ ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് ഒരിക്കലും നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. ഇപ്പൊ PMC എന്ന് പറയുന്ന പദ്ധതിയിനകത്ത് ഈ മുഗൾ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ വളരെ ബോധപൂർവ്വം ആവിഷ്കരിക്കുന്നുണ്ട്. മുസ്ലിം മുഗൾ രാജവംശം അല്ലെങ്കിൽ ഭാഗമായി ചിലപ്പോൾ കരാറിൽ ഒപ്പിടും. പക്ഷെ ഇടതുപക്ഷത്തിൽ ഒപ്പിടാൻ കഴിയില്ല. ഇടതുപക്ഷം ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ആണ്. ഈ മതനിരപേക്ഷ കേരളത്തിനകത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം വികസനത്തിന്റെ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയത്. കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിന്റെ ഹൈവേ വികസനം എത്ര വർഷമായി നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങി? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ 30 സ്റ്റേറ്റ് ഈ ദേശീയപാതക്കകത്ത് 5700 കോടി രൂപ മുടങ്ങിക്കിടന്ന ദേശീയപാതയുടെ വികസനത്തിന് വേഗത കൂട്ടിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് 5700 കോടി രൂപ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയപാത വികസനം BJP ക്രെഡിറ്റ് ആയിട്ട് എടുക്കും, ഇടതുപക്ഷവും ക്രെഡിറ്റ് ആയിട്ട് എടുക്കും. അല്ലെ എങ്ങനെയാ BJP ക്രെഡിറ്റ്? BJP മാത്രമല്ല, ഞാൻ പറയട്ടെ, ഞാൻ കണ്ടാൽ പോയത് അതിലൊരു കാര്യം പറയാം. കേരളം ഒരു സംസ്ഥാനം മാത്രമാണ് സംസ്ഥാനത്തിന്റെ ഖജനാവിലെ പണം ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കാൻ കൊടുത്തത്. വേറെ ഏത് സ്റ്റേറ്റ് പറയണ്ടെന്നല്ല, ഏതാ അറിയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ രണ്ടാമത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഭൂമിയുടെ വില താങ്ങാൻ പറ്റാത്തതിനപ്പുറം ആയതുകൊണ്ടാണ് ഈ കേരളത്തിനകത്ത് ദേശീയപാതയുടെ വികസനം പാതി വഴിയിലായി പോയത്. ഇടതുപക്ഷ ജനാധിപത്യം അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത്
ഈ ഭൂമിയുടെ വില ഇപ്പൊ നിതിൻ ഗഡ്കരിയായിട്ട് സംസാരിച്ചാൽ പറഞ്ഞു ഈ ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല, ആർക്ക് ദേശീയവാദം കൊടുക്കാൻ കഴിയില്ല, ആരോട് ദേശീയവാദ വികസന അതോറിറ്റി അവർ പറഞ്ഞു വിലയാണ്. അതിന് വില. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, 20% തുക സംസ്ഥാന ഗവൺമെന്റ്. ഇന്ത്യയുടെ ചരിത്രത്തിലാ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ദേശീയവാദയുടെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് പണം കൊടുത്തിട്ടില്ല. ഞാൻ ഈ വികസനം എന്ന് പറയുന്നത് ഈ ഇടതും വലതും ഇരിക്കുന്നവർ പറഞ്ഞാൽ തോന്നുക ഈ 5 വർഷം കൊണ്ട് വന്ന ഭരണത്തിന്റെ പൊട്ടിമുളച്ചൊരു സാധനമാണ്. അതൊന്നുമല്ല, പത്തുമല്ല, നിരന്തരമായ മുൻകാല സർക്കാരുകളുടെ ഇടപെടൽ. ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ അടക്കം ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എടുത്ത ഒരുപാട് ത്യാഗപൂർണമായ പ്രവർത്തനം. അന്ന് ഇതിന് ഇടങ്കോലിട്ട ആളുകളായിരുന്നു ഇടതുപക്ഷം, നമുക്കറിയാം. പിന്നീട് എനിക്കിപ്പോൾ ഇബ്രാഹിം കുഞ്ഞിന്റെ അവസാന കാലഘട്ടത്തിൽ കോടിയേരിയൊക്കെ ഉണ്ടായിരുന്നു, ദക്ഷിണക്കാരേര് അവസാന 90% പ്രവർത്തനവും നടത്തിയിട്ടാണ് അവർ ഇറങ്ങിപ്പോയത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു വികസനം എന്ന് പറയുന്നത് അവിടെ നിന്ന് അങ്ങോട്ടുള്ളവർ തുടർ ഭരണകൂടം അത് പൂർത്തിയാക്കുമെന്ന് യാഥാർത്ഥ്യം. പക്ഷെ ഈ പറയുന്ന ആരുടെ ഔദാര്യമില്ല, ഇവിടെ വികസനം ഉണ്ടായിരിക്കുക. ജയിൽ പുള്ളികൾക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തു എന്നൊരു വികസനത്തിനപ്പുറത്ത് കേരളത്തിൽ ഈ ഇടതു ഭരണത്തിൽ യാതൊരു വികസനം ഉണ്ടായില്ല. ജയിൽ പുള്ളികൾക്ക് നല്ല ഉഷാറാണ്. സാമൂഹ്യ സുരക്ഷാ മേഖലകളിൽ എന്തൊരു വലിയ മാറ്റം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് റെഡിയായിരിക്കണം, പല മുദ്രാവാക്യങ്ങളാണ്, പല മുദ്രാവാക്യങ്ങൾ. ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ NDA ഉയർത്തുന്ന മുദ്രാവാക്യം പ്രാദേശികമായി ഞങ്ങൾ കേരളം മുഴുവൻ ഉയർത്തുന്ന മുദ്രാവാക്യം ഒറ്റ മുദ്രാവാക്യമാണ്: വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ കേരളം, സംരക്ഷണ കേരളം. ഇപ്പം വരുന്ന ഈ പ്രസന്റ് ഇനി മാറുവേ, ഇപ്പം നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം ആയിരിക്കില്ല ഇനി തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ചു വരുമ്പോൾ. ഇപ്പൊ പ്രസന്റ് എന്താണ്? അത് UDFന്റെ സംസ്ഥാന സമിതി ആധികാരികമായി ചർച്ച ചെയ്ത് ജനങ്ങളുടെ മുമ്പാകെ പ്രസന്റ് ഒരു വിഷയമായിരിക്കും. അതൊരു ജില്ലാ ലീഗിന്റെ ഒരു വൈസ് പ്രസിഡന്റ് ഒരാൾ പറയേണ്ടതല്ല എന്താണെന്ന്. പക്ഷെ കേരളത്തിന്റെ സമഗ്ര വികസനവും സമാധാന സമ്പൂർണമായ ഒരു രാജ്യവും എന്നൊരു കൺസെപ്റ്റിൽ മുമ്പോട്ട് പോവുക. 101%. ഈ ഭരണകൂടത്തിന് ശക്തമായ വികാരമുണ്ട് എന്നുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ ഏറെ. പഞ്ചായത്ത് മുനിസിപ്പൽ ഒരു പരിധി ചിലപ്പം വ്യക്തിഗതമായ രൂപത്തിലുള്ള പരിഗണനക്ക് വോട്ടുകളൊക്കെ കിട്ടും. പക്ഷെ അതിനെതിരെ ഡയറക്റ്റ് അറ്റാക്ക് ഭരണകൂടത്തിനെതിരെ ഉണ്ടാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുന്നത് 100 കടക്കും എന്ന യാതൊരു കേരളത്തിനകത്ത് ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ 3ാം ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ യാഥാർത്ഥ്യം. പിണറായിയാണോ? ചുരുങ്ങിയത് 100 സീറ്റിൽ കുറയാ. ആരാണ് ലീഡ് ചെയ്യുക? ആരാണ് നേതൃത്വം? അല്ല, ഇപ്പൊ നിലവിലെ മുഖ്യമന്ത്രിയാണ് ഇപ്പൊ ഇടതുപക്ഷ മുന്നണി നയിക്കുന്നത്. അദ്ദേഹത്തിനെ നയിക്കും. അദ്ദേഹത്തിന്റെ നേതൃത്വത്താണല്ലോ. എന്ത് അധികാരമല്ല കേരള പുറപ്പിക്കാൻ മാറി മാറി ഭരിച്ച് രണ്ടുപേരും മാറി മാറി ഭരിച്ചത്. പറയുന്നത് പിണറായി നയിക്കും. UDFനെ ആരാ നയിക്കുക ലീഡർഷിപ്പിൽ? അത് എന്നെ പോലെ ഒരാൾ പറയേണ്ടതല്ലോ. ആര് നയിക്കുമെന്നുള്ളത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഉൾപ്പെടെ UDFന്റെ സംവിധാനം, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഉണ്ട്. സാധാരണ കോൺഗ്രസിന്റെ സിസ്റ്റം തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അവർ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞ കേരള പിറവിക്ക് ശേഷം കേരളം ഭരിച്ച് ഇവർ രണ്ടുപേരാണ്. കേരളത്തിന്റെ വികസനം ജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ഒരു വികസന കാഴ്ചപ്പാടില്ലാത്ത ഭരണകൂടമായിരുന്നല്ലോ അവർ ഭരിച്ചത്. വികസനം വേണമെന്ന് ആധികാരികമായിട്ട് നാൾക്ക് നാൾ പറയുന്നത് കേരളത്തിലെ BJP ആണ്. BJP ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയ വികസനം കേരളത്തിൽ കൊണ്ടുവരും. അതിന് ഉറപ്പാണ്. മറ്റന്നാൾ പ്രധാനമന്ത്രി വരുന്നുണ്ട് കേരളത്തിൽ. നമുക്ക് മേയർ സ്ഥാനം, നമുക്ക് തിരുവനന്തപുരത്ത് തലസ്ഥാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിരവധി വികസന പദ്ധതികൾ നമ്മൾ അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാക്കി. കേരളീയ ജനത വികസനത്തിന് അനുകൂലമാണ്. കേരളത്തെ സീറ്റുകളുടെ എണ്ണം ഞാൻ പറയുന്നില്ല, ഞാൻ ജോത്സ്യനൊന്നല്ല, സീറ്റുകളുടെ എണ്ണം പറയും. സ്വാഭാവികമായിട്ട് കേരളീയ ജനത തലസ്ഥാന നഗരം കേരളത്തിൽ BJP കൊടുത്തതുപോലെ തന്നെ കേരളത്തിൽ നിരവധി സീറ്റുകൾ BJPക്ക് ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നല്ല BJPക്ക് അംഗസംഖ്യ കൂട്ടിയാൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കേരളീയ ജനത ആഗ്രഹിക്കുന്നുണ്ട്. അത് നടപ്പിലാക്കുന്നതാണ് ഞങ്ങൾ 100% സംശയം വേണ്ട. പിടിക്കും. 3 വോട്ടിൽ ഒരുമിച്ച് ഭരണം പിടിക്കുന്ന പറയുന്നത്. എന്തായാലും ഇപ്പോ ഈ പറഞ്ഞതൊന്നും ആയിരിക്കില്ല ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന കളി. ഇത് തുടക്കം മാത്രമാണ്. ഇനി വരും ദിവസങ്ങളിൽ എന്തെല്ലാം അമ്പുകൾ ആണ് പരസ്പരം ചെയ്യാൻ അവര് തുടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയക്കാരുടെ കയ്യിലുള്ള അത്രയും ആയുധങ്ങൾ വേറെ ആരുടെ കയ്യിലും ഉണ്ടാവില്ല. അത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചീറിപ്പായുന്ന ദിനങ്ങളായി ഇനി വരാൻ പോകുന്നത്. അതിന് തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും നേതാക്കൾക്കൊപ്പം ഇരിക്കണം, നേർരേഖ ഇവരോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കണം.
ഇവർ വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാകട്ടെ കൂടുതൽ എന്ന് മാത്രമാണ് നേതാക്കൾക്ക് പറയാനുള്ളത്. പങ്കെടുത്ത 3 നേതാക്കൾക്കും നന്ദി, നമസ്കാരം.